തിരഞ്ഞെടുപ്പിൻ്റെ ഓഫീസുകൾ വളരെ സജീവമായിരിക്കും. തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ അങ്ങനെ പ്രജിക്കണ്ണനെ ഓഫീസിലാണ് നമ്മളുള്ളത്, തിരഞ്ഞെടുപ്പ് ഓഫീസിലാണുള്ളത്. നമുക്കറിയാം അടൂരിനെ സംബന്ധിച്ചോളം കഴിഞ്ഞ 1.5 പതിറ്റാണ്ടായി അടൂരിനെ പ്രതികരിക്കുന്നത് LDF ആണ്. ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കർ. നമുക്ക് തിരഞ്ഞെടുപ്പ് ഓഫീസിലേക്ക് എത്തുമ്പം ചൂടേറെ ചർച്ചയൊക്കെയാണ് നടക്കുന്നത്. ചേട്ടാ, നിങ്ങളെല്ലാം വലിയ തിരക്കിലാണ് തോന്നുന്നത്? അതെ, വളരെ തിരക്കിലാണ്. ലക്ഷ്യം വിജയം മാത്രം. അതാണ്, നമുക്ക് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ അകത്ത് വിശ്രമിക്കുന്നുണ്ട്. ഈ വളരെ ചൂടുള്ളൊരു കാലാവസ്ഥ കൂടിയാണ് പത്തനംതിട്ടയിലുള്ളത്. ആ ചൂടിലും തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ചർച്ചയുടെ ചൂടിലാണ് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവരെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് സ്ഥാനാർത്ഥിയിലേക്ക് തന്നെ സ്ട്രെയിറ്റ് ആദ്യം പോകാവുന്നതാണ്. എങ്ങനെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണം പ്രജി? വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അത്യാവശ്യം എല്ലാവരെയും നേരിൽ കണ്ടുകൊണ്ട് വോട്ടഭ്യർത്ഥിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അത് കാര്യമായി നടക്കുന്നുണ്ട്. രാവിലെ മുതൽ തുടങ്ങുന്നുണ്ട് പ്രചരണമെല്ലാം. ഈ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയുണ്ട് അടൂരുകാരുടെ സ്നേഹം? അടൂരുകാരുടെ സ്നേഹം പറഞ്ഞറിയിക്കാൻ വയ്യ. കാര്യം വന്നിറങ്ങിയ ദിവസം തൊട്ട് ഇപ്പം നമ്മളൊരു അമ്പലത്തിൽ പോയിട്ട് വന്നേ, ഒരു കാവിൽ പോയിട്ട് വന്നേ. അവിടുത്തെ എല്ലാം അമ്മമാർ, ചേച്ചിമാർ, അച്ഛന്മാരെല്ലാവരും വളരെ സ്നേഹത്തോടു കൂടി തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തൊഴിലുറപ്പ് കേന്ദ്രങ്ങളിലൊക്കെ പോയിരുന്നു. എല്ലായിടത്തു നിന്നും നല്ല പ്രതികരണമായിരുന്നു. തെരഞ്ഞെടുപ്പ് ആണ്, ചൂടുണ്ട്, നല്ല ചൂടുള്ള കാലാവസ്ഥയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പ് ചൂട് ഈ കാലാവസ്ഥയുടെ ചൂട് തെരഞ്ഞെടുപ്പ് ചൂടിനെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നുണ്ടോ? കാലാവസ്ഥയുടെ ചൂടിനേക്കാൾ ശക്തമായിട്ട് തെരഞ്ഞെടുപ്പ് ചൂടുള്ളത് കൊണ്ട് കാലാവസ്ഥ അത്രയും ബാധിക്കുന്നില്ല. തെരഞ്ഞെടുപ്പ് ചൂടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ കൂടുതലായി നിൽക്കുന്നത്. ആത്മവിശ്വാസത്തിലാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവരെല്ലാവരും ഇരുന്ന് നിങ്ങളെന്താ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങൾ ഈ നമ്മുടെ മണ്ഡലത്തിലെ പൊതുവായ നമ്മുടെ വികസനം ആണല്ലോ ഇപ്പോൾ നമ്മളൊരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നത്. അതാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഈ മണ്ഡലത്തിൽ നിങ്ങൾ ചർച്ചയാക്കുന്ന വികസനം തന്നെയാണോ? വികസനമാണ്. കഴിഞ്ഞ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളും ഇവിടെ ചിറ്റയം ഗോപകുമാർ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളുമാണ് ഞങ്ങൾ ഈ മണ്ഡലത്തിൽ ചർച്ചയാക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിലാണോ നിങ്ങളൊക്കെ? അതെ, നല്ല ആത്മവിശ്വാസത്തിലാണ്. പ്രജി സ്ഥാനാർത്ഥി വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാം പോകുന്നുണ്ട്. നന്നായി പ്രചരണം നടക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലടക്കം നന്നായി പ്രചരണം നടക്കുന്നുണ്ട്. ഇവരെല്ലാം കൂടൊപ്പമുണ്ട്, കട്ടക്ക് നിൽക്കുക. അതെ, എല്ലാവരും ഒപ്പം ഉണ്ട്. ഈ കൂട്ടായ്മ വിജയം സമ്മാനിക്കുമോ? വിജയം ഉറപ്പായിട്ട് സമ്മാനിക്കും. ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞു സ്ഥാനാർത്ഥിയെ. തീർച്ചയായിട്ടും ആണ്. എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. കുഞ്ഞുങ്ങളാണെങ്കിലും പ്രായമുള്ളവരാണെങ്കിലും എല്ലാം ഒരു മോളെ പോലെയും ഒരു സഹോദരിയെ പോലെ അതേപോലെ തന്നെയാണ് എല്ലാവരും ഏറ്റെടുത്ത് കഴിഞ്ഞു. തീർച്ചയായിട്ടും ആണ്. യുവത്വം തന്നെ നയിക്കണം. ഒരു തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി പ്രവർത്തകർ. അതാണ് നമുക്ക് ഓരോ ആളുകളുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.